ഹലോ. കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആയിട്ട് ഞാൻ പൂട്ടി വെച്ച എൻ്റെ ചാനൽ ഒന്ന് പൊടി തട്ടിയെടുക്കുകയാണ് കേട്ടോ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയിലാണ്. എങ്കിലും ഉള്ളത് വെച്ചങ്ങ് മുന്നോട്ട് പോകാം അല്ലേ. അപ്പം എൻ്റെ ഈ കുട്ടി ഫാമിലിയുടെ ആദ്യത്തെ കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാന്നല്ലേ, ഞങ്ങൾ 3 പേരും കൂടി സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെ എടുക്കുക, എങ്ങനെ വോയിസ് കൊടുക്കുക എന്നൊക്കെയുള്ള ഐഡിയാസ് കുറച്ച് കുറവാണ്. കേക്ക് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് റെസിപ്പീസ് ഷെയർ ചെയ്യുമല്ലേ, അപ്പോൾ വോയിസ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ അത് തന്നെ ഞാൻ എത്രയോ വീഡിയോസിന് ശേഷം ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് വോയിസ് കൊടുക്കാൻ തുടങ്ങിയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് വോയിസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കണേ. മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി നമുക്ക് പതിയെ ഉഷാറായി വരാം, അതല്ലേ നല്ലത്. അപ്പം ഞാനും എൻ്റെ കെട്ടിയോനും കുട്ടിയും കൂടി റെഡിയായി ദൃശ്യം 3 നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു വ്ളോഗ് ഇത് തന്നെ ആയിക്കോട്ടെ. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ എപ്പോൾ ഓൺ ആവും എപ്പോൾ ഓഫ് ആവും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം മറ്റൊന്നുമല്ല, വീടിനകത്ത് എടുക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ വീടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു ക്യാമറ പേഴ്സൺ അല്ല. ഫോട്ടോ എടുക്കാൻ വരെ കറക്റ്റ് പോസ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്. അതുപോലെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഫോണും ക്യാമറ ഓൺ ചെയ്ത് പോകുക എന്നുള്ളതും ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതെങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന കാന്താരി. അവൾക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഇത്തിരി മടിയാണ്. അപ്പം ഞങ്ങൾ പോയി മൂവി കണ്ടിട്ട് വരാവേ. ഇനി എന്താ ഞാൻ പറയണ്ടേ, എനിക്കറിയില്ല കേട്ടോ. 5, 10, 15 മിനിറ്റൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിന്യൂസ് എങ്ങനെ സംസാരിച്ചിരിക്കാമെന്നൊക്കെ. എനിക്കിപ്പോൾ എന്താ തോന്നണേന്നറിയോ, ഒരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ മുന്നിലിരുന്ന് പെട്ടെന്ന് എന്തൊക്കെയോ സംസാരിക്കാൻ പറയുമ്പോൾ ഉള്ളൊരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. ചിലപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ് കമ്പനി ആവുന്ന ടൈമിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുമായിരിക്കും കൂടുതൽ വിശേഷങ്ങളൊക്കെ. നമുക്ക് നോക്കാമല്ലേ എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം മൂവി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ലേറ്റ് ആയാലോ എന്ന് കരുതിയിട്ട് നേരത്തെ പോയി അതൊക്കെ വാങ്ങി മൂവി കണ്ട് റിലാക്സായി വരാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന്. അവനി ഭയങ്കര എക്സൈറ്റഡ് ആണ്. മൂവി കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ. അവൾക്കിങ്ങനെ പുറത്ത് എവിടേക്കെങ്കിലും പോകണം. പിന്നെ ഈ 2 മാസം വെക്കേഷൻ ടൈമിൽ ഞങ്ങൾക്ക് വീട് പണി നടക്കുന്ന ടൈം ആയതുകൊണ്ട് അവിടെ കൊണ്ട് അങ്ങനെ എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് 2-3 ദിവസം മുന്നേ ഞങ്ങൾ ചെറിയൊരു 2 ഡേ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് എപ്പോഴും പുറത്ത് പോകാനും കറങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. തിയേറ്ററിൽ കയറുന്നതോ ഇറങ്ങുന്നതോ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ക്യാമറ ഓൺ ചെയ്ത് പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന് വീട്ടിൽ നിന്ന് കഴിക്കാന്നുള്ളത്. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഹരിയേട്ടൻ അങ്ങനെയാണ്, പുറത്തുനിന്ന് കഴിച്ചിട്ടേ വീട്ടിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. ധൃതി പിടിച്ചൊരു കുഞ്ഞു വീഡിയോ, പക്ഷെ ഇപ്പം ഇത്രയും മതിയല്ലേ. നെക്സ്റ്റ് ടൈം നോക്കാം, നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ അല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ പെട്ടെന്ന് എടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ബൈ.